ജിസ്മോൻ, ഇപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥി പട്ടികയും ഏകദേശം എത്തി. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ. പക്ഷേ ഒരു സംശയം, വയനാട്ടിൽ ദേശീയ നിർവാഹക സമിതി അംഗമായ ആനി രാജ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. എന്താണ് വോട്ടർമാരോട് പറയാൻ പോകുന്നത്, ചുരുങ്ങിയ പക്ഷം വയനാട്ടിലെങ്കിലും? ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത് CPI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിന് പാർട്ടി കമ്മിറ്റികൾ തീരുമാനമെടുത്ത് ഔദ്യോഗികമായി പൂർത്തീകരിക്കേണ്ട ചില പ്രൊസീജിയറുകൾ ബാക്കി നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ CPIയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കമ്മിറ്റികൾക്കാണ് പേര് പ്രപ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ജില്ലാ കമ്മിറ്റികളോട് പേര് നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ആ പേരുകൾ, നിർദ്ദേശിക്കപ്പെട്ട പേരുകൾ പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ അംഗീകരിച്ച പേരുകൾ പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ചാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ 27-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും കേരളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ ഇവിടെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുകയും ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാകുന്നത്. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി മാറുകയാണ്. ഫാസിസ്റ്റ് കക്ഷികൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും അതുപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങളുമെല്ലാം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മുടെ രാജ്യത്തെ ഒരു മതേതര രാജ്യമായി, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മതേതര രാജ്യമായ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ സംഘപരിവാറും കേന്ദ്ര ഗവൺമെന്റും സാഹചര്യത്തിലാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുന്നതോടുകൂടി മതേതരത്വത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് CPI കരുതുന്നുണ്ടോ ജിസ്മോൻ? തീർച്ചയായും ഞങ്ങൾ പറയുന്നത് സാധാരണഗതിയിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമായിരിക്കും മിക്കവാറും മുന്നണികൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സീറ്റുകളുടെ എണ്ണം വെച്ചെല്ലാം മുന്നണികൾ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഇത്തവണ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ത്യ മുന്നണി രൂപീകരിക്കുകയും BJPക്കെതിരായി ചിന്തിക്കുന്ന മതേതര ശക്തികളെയും ജനാധിപത്യ വിശ്വാസികളെയും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് BJPക്കും വർഗീയതയ്ക്കും ഫാസിസത്തിനും എതിരായി ചിന്തിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഒത്തൊരുമിപ്പിച്ച് ഒരു ദേശീയ നിർവാഹക സമിതി അംഗം ആനി രാജയെ കുറിച്ച് പറയുന്നതിന് ജിസ്മോന് പരിമിതിയുണ്ടെന്ന് എനിക്കറിയാം. കാര്യം പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനമായില്ല. പക്ഷെ ഒരു ദേശീയ നിർവാഹക സമിതി അംഗത്തെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ നിർത്തുന്നതിലൂടെ ഇടതുമുന്നണി കൊടുക്കുന്ന സന്ദേശം എന്താണ്, CPI കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നതാണ് എൻ്റെ ചോദ്യം. അല്ല, എനിക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, പിന്നെ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ്സാണ് അഭിപ്രായം പറയേണ്ടത്. കാരണം രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്. BJPക്കെതിരായിട്ട് കോൺഗ്രസിനെ നയിക്കേണ്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി എവിടെയാണ് മത്സരിക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ മത്സരത്തിലൂടെ ഞാൻ ആ വിമർശനം ഉൾപ്പെടെ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ തവണ 2019 രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ച രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. 2019 സാഹചര്യത്തിൽ നിന്ന് 2024 വരുമ്പോൾ ഏറെ വ്യത്യാസമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഉത്തരേന്ത്യ അടക്കമുള്ള BJP ഏറ്റവും ശക്തമായി ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് സീറ്റുകൾ നേടുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മത്സരിക്കാതെ ഇടതുപക്ഷത്തിന് ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷം ജയിച്ചു വരാൻ കഴിയുന്ന, പ്രത്യേകിച്ച് BJPക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടങ്ങൾക്ക് രാജ്യത്ത് നേതൃത്വം കൊടുക്കുന്നതിന് ഇടതുപക്ഷം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് നമുക്ക് ആർക്കും തർക്കമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. അദ്ദേഹം ഉത്തരേന്ത്യയിൽ മത്സരിക്കുകയും BJPക്കെതിരായി ശക്തമായ ഒരു ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം വളരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകും.